തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് മത്സരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പല ഗ്രാമീണ ജീവിതങ്ങളുടെയും ജീവിതവുമായിട്ട് ഭയങ്കര ഇഴചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു പരമ്പര തന്നെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായി ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ജല്ലിക്കെട്ട് അരീന. അത് ഇന്ന് മധുരയിലെ അളങ്കാനെല്ലൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാടിന് സമർപ്പിക്കും. മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന അരീനയിൽ ഉദ്ഘാടന ദിനമായ ഇന്ന് ജല്ലിക്കെട്ട് ലീഗ് മത്സരങ്ങൾക്കും തുടക്കമാകും. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ, നമ്മൾ വിദേശങ്ങളിലൊക്കെ ഇപ്പം ജല്ലിക്കെട്ടിന് സമാനമായ ചില മത്സരങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടുകാരുടെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്നതാണ് ജല്ലിക്കെട്ട് ആഘോഷം. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്റ്റേഡിയം തന്നെ തുറന്നു കൊടുക്കുന്നു. എന്തൊക്കെയാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകതകൾ? നോക്കൂ, ഇത് ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ഒരു ചരിത്രവും പൈതൃകവും ഒക്കെ ഉണ്ട്. അതവരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കീഴക്കര ഗ്രാമം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മധുരയ്ക്ക് അടുത്തുള്ള ഗ്രാമമാണ്. അപ്പം അതിന് പരിസരത്താണ് ഈ പറയുന്ന സ്റ്റേഡിയം വരുന്നത്. ഈ പറയുന്ന പോലെ ഈ കൊളോസിയത്തിൻ്റെ, ഫ്രാൻസിലെ കൊളോസിയത്തിൻ്റെയും ഈ സ്പെയിനിലേക്കുള്ള നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലേക്ക് കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു വലിയ അരീനയാണ് ഈ പറയുന്ന കാളപ്പോരിനായിട്ട് തമിഴ്നാട്ടിൽ വരുന്നത്, മധുരയിൽ വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ 4000 മുതൽ 5000 വരെയുള്ള ആൾക്കാർക്ക് ഇരുന്ന് അത് കാണാനുള്ള സൗകര്യമുണ്ട്. കയറി ചെല്ലുമ്പോൾ ഈ പണ്ട് ഇവർ പറയും, കാരണം ഭയങ്കര ഈ നമ്മൾ ചെയ്ത ക്യാമ്പയിൻ, നേരത്തെ അഞ്ജലി സൂചിപ്പിച്ച നമ്മൾ ചെയ്ത പരമ്പരയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ഇങ്ങനെ കാളയുമായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ 50,000 രൂപയോളം ആവശ്യമുണ്ട്. ഇവർ പോകുന്നത് അഭിമാനത്തിന് വേണ്ടിയാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം പലപ്പോഴും അവർക്ക് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലായിരുന്നു. ഈ പറയുന്ന 2 കമ്പ് മാത്രം വെച്ചുള്ള വടിവാസൽ എന്ന് പറഞ്ഞാൽ ഈ കാളക്കൂറ്റിന് കയറി വരുന്ന സ്ഥലമാണ്. കൂടാതെ ഒടിഞ്ഞു വീടാറാവുന്ന ഗാലറികൾ. അപ്പോൾ അതെല്ലാം മാറി ഈ പറയുന്ന രീതിയിലേക്ക് പുതിയൊരു സംവിധാനം വരികയാണ്. എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രം ഇപ്പോഴാണ് ഈ ഗാലറി വരുന്നത്. അതിൽ 5000-ഓളം ആളുകൾക്ക് ഇരിക്കാം. അതുകൂടാതെ ഈ പറയുന്ന ജല്ലിക്കെട്ടിൻ്റെ ചരിത്രം, ഈ കാളപ്പോരിൻ്റെ ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം ഉണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ ഡോർമെട്രി സൗകര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ അത്യാവശ്യ ഈ മെഡിസിൻ സൗകര്യങ്ങൾ, അങ്ങനെ അത്യാധുനിക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണ് ഈ പറയുന്ന മധുരയിൽ വരാൻ പോകുന്നത്. എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇനി മത്സരങ്ങൾ സജീവമായി ഉള്ളത് തന്നെയാണ്. അവർക്കൊരു എന്താ പറയുക, ടൂറിസത്തിന് തന്നെ ഒരു വലിയ മുഖമുദ്രയായി മാറാൻ പോകുന്ന രീതിയിലുള്ള അരീനയാണ് അവിടെ വരുന്നത്. ടൂറിസത്തിനുമൊപ്പം ഈ പറയുന്ന അവർ പേർന്ന ഈ അഭിമാനമെന്ന് പറഞ്ഞ് പേർന്ന ചരിത്രത്തിനും ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിലുള്ള അരീനയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അഞ്ജിത.